ഹേ ഗായ്സ്, ഇറ്റ്സ് മീ നവീൻ. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അവനെ കൊണ്ട് ജസ്റ്റ് മൂന്നാർ പോവാം. വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് സിഗ്നൽ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി. എന്നിട്ട് അവന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. നമ്മളെന്നിട്ട് നേരെ മൂന്നാർക്ക് പോയി. ഗായ്സ്, നമ്മൾ കുറച്ച് മൂന്നാറിലെ കുറച്ച് ഹൊറർ ആയിട്ടുള്ള പ്ലേസിലാണ് പോകാൻ പോണത്. ഗായ്സ്, ആ കാട്ടിനിടയിൽ കൂടെ കാണുന്ന ആ വീടിന് അങ്ങോട്ടാണ് നമ്മൾ പോണത്. പണ്ടത്തെ ഒരു തൂക്കുപാലായിരുന്നു, കഴിഞ്ഞ പ്രളയത്തിൽ പോയത്. ഗായ്സ്, അപ്പോൾ ഈ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ വഴി വേണം പോകാൻ. അവിടെ കുറച്ച് വിന്റേജ് വണ്ടികൾ ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഗായ്സ്, ഈ വണ്ടി 1953 മോഡൽ വണ്ടിയാണ്. വണ്ടികളൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി. അവിടെ നിന്ന് ഈ പാലം കയറി വേണം നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ. ഇത് ശരിക്കും ഒരു ഡാമാണ്, ഹെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞൊരു ഡാമാണ്. ഇത് പോണ വഴിയുള്ള ഒരു ബംഗ്ലാവാണ്. ഇവിടെ ഒരു ഗോൾഫ് ഗ്രൗണ്ട് ആണ് മൂന്നാറ്. ആ ഗ്രൗണ്ട് ഞാൻ കാണിച്ച ബംഗ്ലാവിന്റെ ഉള്ളിലാണ്. നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ, അതിന്റെ ഉള്ളിലേക്ക് ആരും കടത്തി വിടൂല. അതിന്റെ ഉള്ളിൽ അടിപൊളിയാണ് ഗൈസ്, പക്ഷെ അതിന്റെ ഉള്ളിൽ പോകാൻ കഴിയൂല, പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, ലോഡ്ജ് ഹെയ്ത്തർ നമ്പർ 928 SC എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേരിൽ തന്നെ ഒരു ഇതുണ്ട് ഗൈസ്. അതിന്റെ ഉള്ളിൽ പോയ ഫുൾ വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ബട്ട് ഈ സ്ഥലം കുറച്ച് സീനാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് പോലത്തെ ചെറിയൊരു വാക്ക് വേയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഇത് ടാറ്റയുടെ ഫിൻലേ കപ്പ് ഒക്കെ നടക്കുന്ന ഗ്രൗണ്ടാണ് ഗൈസ്. ഈ കാണുന്ന സ്കൂളിലാണ് ഞാൻ 10 വരെ പഠിച്ചത്. ദേ കാണുന്ന പള്ളിക്ക് 100 കൊല്ലം പഴക്കമുണ്ടെന്നാണ് സച്ചു പറഞ്ഞത്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോ ശരി, ബായ്.